ഈ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒട്ടിക്കുന്ന സമയത്തും തോന്നിയായിരുന്നു ഈ പോസ്റ്റർ ഒട്ടിപ്പ് മാത്രമായി പോകുമോ എൻ്റെ ഒരു ലൈഫ്? ഇനി ഇങ്ങനെ ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ലഭിച്ചുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് അത് തുടർന്നത്? പക്ഷെ എനിക്ക് സിനിമ തിയേറ്ററും പോസ്റ്ററും വിട്ടുപോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ കഴിഞ്ഞിരുന്നു. പിന്നീടാണ് എന്തുകൊണ്ട് അഭിനയിക്കാൻ ഓരോ അവസരങ്ങൾ, ഒരുപാട് ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഓഡിഷനൊക്കെ കുറവാണെങ്കിൽ ഈ പൈസ തട്ടുന്ന ഏർപ്പാടാണ്. അഭിനയിക്കാൻ പോകുമ്പോഴേക്കും പൈസ 500 രൂപ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ്, പിന്നെ അതിന് ശേഷം വിളിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൈസയൊക്കെ പോയിട്ടുണ്ട്. ഇത് ഇപ്പോഴും തന്നെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഒരു കഥ എഴുതിക്കൂടാന്ന് ഒരു മനസ്സിൽ തോന്നുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് സിനിമകൾ കാണാറുണ്ട്. അടൂർ സാറിൻ്റെ അങ്ങനെ ഒരു ചിന്ത വരാനുള്ള കാരണം അടൂർ സാറിൻ്റെ എലിപ്പത്തായം, സ്വയംവരം, കൊടിയേറ്റം ഈ സിനിമകൾ കണ്ട്. അപ്പോൾ സിനിമ അടൂർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ ഒരു വലിയൊരു ഡയറക്ടറാണ് പൊതുവെ ഇങ്ങനെ ബുദ്ധിജീവികളും ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ ഈ പുതിയ തലമുറ എന്നെപ്പോലുള്ളവർക്ക് അടൂർ വലിയ സംഭവമൊന്നും തോന്നി. പക്ഷേ ഒരു കോളേജിൽ ഒരു അടൂരിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്, അല്ലെങ്കിൽ അടൂരിന്റെ സിനിമയെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം. അതെ. അപ്പോൾ എലിപ്പത്തായ, സ്വയംവരം, കൊടിയേറ്റം ഈ 3 സിനിമകളും കാണാനിടയായി. അപ്പോഴേക്കും ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. റിയാലിറ്റി സിനിമ. അപ്പോൾ സിനിമകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അതാണ് 13 വർഷമായിട്ട് ഇപ്പം സ്ഥിരം പോയിക്കൊണ്ടിരിക്കുന്നതാണ്. കോവിഡിന് മുന്നേ വരെ 13 വർഷം പൂർത്തിയായി.